നീരിക്കോട് OLH റെസിഡൻസ് അസോസിയേഷന്റെ കുടുംബസംഗമം ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ തോമസ് ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷന്റെ 15ാം വാർഷിക നിറവിൽ നിർധന കുടുംബത്തിന് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാന കർമ്മം മെയ് 25-ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിക്കും. നീരിക്കോട് OLH റെസിഡൻസ് അസോസിയേഷന്റെ വാർഷികവും കുടുംബസംഗമവും കലാഭവൻ മണി പുരസ്കാരം, അതുൽ മെമ്മോറിയൽ വിദ്യാഭ്യാസ അവാർഡ്, സ്നേഹവീടിന്റെ താക്കോൽദാന കർമ്മം എന്നിവ മെയ് 24-25 തീയതികളിൽ OLH ഗ്രൗണ്ടിൽ വെച്ച് നടത്തപ്പെടുകയാണ്. മെയ് 24-ന് രക്ഷാധികാരി PV ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങ് രമ്യ തോമസ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസ് നടത്തി. മെയ് 25-ന് നടക്കുന്ന യോഗത്തിൽ വ്യവസായ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം നിർവഹിക്കും. ചടങ്ങിൽ JNPC അധ്യക്ഷനാകും. തുടർന്ന് സ്നേഹവീടിന്റെ താക്കോൽദാനം മന്ത്രി ലീല ശശി പൈനാടത്തുകാട്ടിലിന് സമ്മാനിക്കും. ലീലക്കും മക്കൾക്കും നീരിക്കോട് OLH റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ലഭിച്ച 3 ലക്ഷം രൂപ കൂടാതെ കാനൂർ നാട്ടുപൊലിമ നാടൻപാട്ട് സംഘം, ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ, നാട്ടുകലാകാരക്കൂട്ടം, എറണാകുളം ജില്ലാ ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ, എറണാകുളം ജില്ലാ ക്രിസ്റ്റൽ അസോസിയേറ്റ്, ജില്ലയിലെ വിവിധ വ്യക്തികൾ എന്നിവരുടെ സഹകരണത്തോടെയാണ് വീട് പണി പൂർത്തിയാക്കാനായത്. 2018 ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതി പ്രകാരം EY പദ്ധതി പ്രകാരം ഈ വീട് ലഭിക്കുകയുണ്ടായി. 2013 വീട് ലഭിച്ചിട്ട് ഈ വീടിന്റെ പണി പൂർത്തീകരിക്കാനോ തുടങ്ങാനോ ഒന്നും അവർക്ക് സാധിച്ചിരുന്നില്ല. വീടൊന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല ചേച്ചിക്ക് 2 മക്കൾക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ 2018 ബ്ലോക്ക് പഞ്ചായത്ത് നമ്മളെ വിളിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ വീട് ഏറ്റെടുക്കുകയും 2018 നമ്മൾ ഈ വീടിന്റെ പണി ആരംഭിച്ച് തുടങ്ങിയതിന്റെ മെയിൻ വാർക്കേട് അന്നാണ്. മെയിൻ വാർക്കേണ്ടത് പ്രളയം തുടങ്ങി നമ്മൾ പണി നിർത്തിവെക്കേണ്ട സാഹചര്യം വന്നു. ഈ കൊറോണയും പ്രളയമൊക്കെ വന്നതിന്റെ സാഹചര്യത്തിൽ സാമ്പത്തികമായിട്ട് എല്ലാവർക്കും പ്രശ്നങ്ങളായിരുന്നു. ഇതെല്ലാവരും വിവിധ സംഘടനകളും നാട്ടുകാരും അതോടൊപ്പം തന്നെ എല്ലാവരും ഒരു സഹായം തന്നിട്ടാണ് നമ്മൾ പൂർത്തീകരിച്ചത്. OLH റെസിഡൻസ് അസോസിയേഷൻ നേതൃത്വം കൊടുത്തുകൊണ്ടാണ് ഈ വീടിന്റെ പണി നമ്മളിപ്പോൾ ഇങ്ങനെ പൂർത്തീകരിച്ചിരിക്കുന്നത്. ഞങ്ങളൊരു 20ഓളം വരുന്ന ഒരു റെസിഡൻസ് അസോസിയേഷനാണ് ഈ വീട് പണിയാനുള്ള നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. തുടർന്ന് ഗായിക പ്രസീത ചാലക്കുടി കലാഭവൻ മണി പുരസ്കാരം ഏറ്റുവാങ്ങും. PM മനാഫ് അവാർഡ് വിതരണം നടത്തും. ചടങ്ങിൽ മനോജ് കിന്നസ്, ബിനു അടിമാലി തുടങ്ങിയവർ മുഖ്യാതിഥികളാകും. ന്യൂസ് ബ്യൂറോ, പറവൂർ. അതെ മാമേ, നമ്മുടെ ആൻസി കൊച്ചിന്റെ കല്യാണമായിട്ട് വന്നാണ്. സ്വർണ്ണം എടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ കൊച്ചന്റെ കടയിൽ സ്വർണ്ണം എടുത്തൂടെ? ഏത് കൊച്ചന്റെ ആടാ? മോക്ക് സ്വർണ്ണം എടുക്കാൻ പോയില്ലേ ആ കട? പറവൂർ ഗോൾഡ് ജ്വല്ലറി, നോർത്ത് പറവൂർ.